തെറ്റ് ചെയ്യാത്തവരാരും ശിക്ഷിക്കപ്പെടരുതെന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ മാത്രമല്ല ഉള്ളത്, അതിനു മുമ്പ് അത് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിലും ഉണ്ട്. അതുകൊണ്ട് എന്റെ മോൻ ധൈര്യത്തോടെ കോടതിയിൽ കയറിക്കോ. ദൈവത്തിന്റെ വിധികളൊന്നും ഇന്നേ വരെ തെറ്റിയിട്ടില്ല. വിളിക്ക്. CC 1040/2024 ചെമ്പകമംഗലത്തെ ജനാർദ്ദനൻ മകൻ ജയരാമൻ. ജയരാമൻ 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 ഹാജരുണ്ടോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കേസ് വായിക്കൂ. 2024 ഡിസംബർ 10 വൈകിട്ട് 7 മണിയോട് അടുത്ത സമയത്ത് ചിറയിൽ പറമ്പത്ത് മായമ്മ എന്ന സ്ത്രീയെ ഈ കേസിൽ ചുമത്തിയിരിക്കുന്ന കൊലക്കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. നോ യുവർ ഓണർ, ഈ ക്രൈം ഇയാൾ ചെയ്തു തന്നെയാണ്, നോ ഡൗട്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. താങ്ക് യു ഓണർ. യു പ്രൊസീഡ്. ജയരാമനും മായമ്മയും തമ്മില് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നതിന് സാഹചര്യ തെളിവുകളുണ്ട്. ആ ബന്ധം ഒരു പരിധി കടന്നപ്പോ മായമ്മ ജയരാമനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നായപ്പോ തനിക്ക് മാനഹാനിയും പണനഷ്ടവും ഉണ്ടാകുമെന്ന് ഭയന്ന് അതിനെല്ലാം ഒരേ ഒരു മാർഗമേ ജയരാമൻ കണ്ടുള്ളൂ, മായമ്മയെ കൊല്ലുക. അതാണ് അയാൾ ചെയ്തത്. ഈ കേസ് അന്വേഷിച്ചതും പ്രതിയായ ജയരാമനെ അറസ്റ്റ് ചെയ്തതും പ്രതിയുടെ മകളുടെ ഭർത്താവായ ACP കാർത്തിക് ആണ്. സ്വന്തം അമ്മാവനെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ മരുമകനായ കാർത്തിക് തയ്യാറാകോ? ഈ കേസിൽ പ്രതിയായ ജയരാമൻ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് ഇതിനു മുമ്പ് തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സമാനവും വളരെ പ്രമാദവുമായൊരു കേസ്, മർഡർ കേസ് ജയരാമന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. മാധുരി കൊലക്കേസ്. അതിൽ ജയരാമൻ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്നിട്ടുള്ളതുമാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ആ കേസിൽ നിരപരാധിയാണെന്ന് കണ്ട് ജയരാമനെ ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിട്ടിട്ടുള്ളതാകുന്നു.
നോ സർ, ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ആ കോടതി വിധിക്കെതിരെ അപ്പീൽ പോയിട്ടുള്ളതാ. ഓൾ എവിഡൻസ് ആർ സബ്മിറ്റഡ് ടു കോർട്ട്. മാത്രവുമല്ല, ക്രിമിനൽ സ്വഭാവമുള്ള ജയരാമന് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുത്താൽ അയാൾ സാക്ഷികളെല്ലാം സ്വാധീനിക്കും. അയാൾ ആൾബലവും സമ്പത്തും ഉള്ള ആളാണ്. പ്രസിദ്ധമായ ഒരു കുടുംബത്തിലെ അംഗമാണ്. ആരെയും കൊല്ലാൻ മടിക്കാത്ത മനസ്സിന്റെ ഉടമയാണ് അയാൾ. അതുകൊണ്ട് ജയരാമൻ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ച ഈ ബെയിൽ പെറ്റീഷൻ അംഗീകരിക്കരുത്. അയ്യോ, അയാൾക്ക് ജാമ്യം കൊടുക്കരുത്. ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. താങ്ക് യു, യുവർ ഓണർ. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം, റിമാൻഡിൽ കഴിയുന്ന എന്റെ കക്ഷിയുടെ ബെയിൽ പെറ്റീഷന്റെ പേരിൽ ചെയ്യാത്തതായ കുറ്റങ്ങളെല്ലാം കണ്ടെത്തി കടലുപോലെ തിരയടിച്ച് പ്രസംഗിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ആവേശത്തിന് ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഒരു ജാമ്യ ഹർജിയുടെ പേരിൽ ഇത്രയും കുറ്റങ്ങൾ ചാർത്തിയ പി കേസ് വിസ്താരവേളയിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ വല്ലാത്ത സഹതാപം തോന്നുന്നു. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. നിങ്ങൾ കാര്യത്തിലേക്ക് വരൂ സുബ്രഹ്മണ്യം. യുവർ ഓണർ, എന്റെ കക്ഷിയായ ജയരാമൻ ഈ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നിസ്സംശയം തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ഈ ക്രൈം നടക്കുന്ന സമയത്തിന് തൊട്ടു മുൻപ് പാളയത്തെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും ജയരാമൻ പെട്രോൾ അടിക്കുന്ന CCTV ഫൂട്ടേജ്. മായമ്മയെ കൊന്നത് ജയരാമനാണെന്ന് തെളിയിക്കാൻ പോലീസ് കണ്ടെത്തിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തെളിവ് അയാളുടെ വാച്ചാണ്. ആ വാച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വാച്ച് നിങ്ങളുടേതല്ലേ? അതെ. വാച്ച് അയാളുടേതാണെന്ന് അയാൾ സമ്മതിച്ചല്ലോ. വാച്ച് ജയരാമന്റേത് തന്നെ. ബാക്കി ജയരാമൻ പറയും. പറയൂ ജയരാമ. ആ വാച്ച് 20 കൊല്ലം മുമ്പ് ഒരു ബർത്ത്ഡേക്ക് എൻ്റെ ഭാര്യ ദേവി എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ആ വാച്ചിന്റെ സൂചി ഒടിഞ്ഞ് അതിനകത്ത് തന്നെ കിടക്കുക. അത് കേടായിട്ട് 10-15 വർഷമായി. ഒരു സെന്റിമെന്റൽ വാല്യൂ ഉള്ള ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇത് ആരാ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന് എനിക്ക് അറിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP കാർത്തിക്കും കുറ്റം ചുമത്തപ്പെട്ട ജയരാമനും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ACP തന്നെ എടുത്തുകൊണ്ട് പോയതാണ് ഈ വാച്ചെങ്കിലോ? ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. യു പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. ബഹുമാനപ്പെട്ട കോടതി ആ വാച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പരിശോധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പരിശോധിച്ചു. ജയരാമൻ പറഞ്ഞത് ശരി തന്നെ. ഈ വാച്ച് കേടാണ്. മായമ്മ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ജയരാമൻ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്ന ഒരു CCTV ഫൂട്ടേജ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ജയരാമന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് മറ്റൊന്നാണ്. ആ വാച്ചും അതിലെ സമയവും ബഹുമാനപ്പെട്ട കോടതി ഒന്ന് പരിശോധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.
പരിശോധിച്ചു. ആ വാച്ചിൽ സമയം കൃത്യം 6 മണി. മായമ്മ കൊല്ലപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 6 മണിക്ക്. മായമ്മയുടെ വീട് ശ്രീകാര്യത്ത്, പെട്രോൾ പമ്പ് പാളയം. ഇതൊന്നും തമ്മിൽ പരസ്പരം യാതൊരു പൊരുത്തവുമില്ല. ഈ ക്രിമിനൽ കേസ് എന്റെ കക്ഷിയായ ജയരാമനെ ചതിക്കാനായി മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു. അതിനാൽ ബഹുമാനപ്പെട്ട നീതിപീഠം ജയരാമൻ സമർപ്പിച്ചിരിക്കുന്ന ഈ ബെയിൽ പെറ്റീഷൻ അംഗീകരിക്കണമെന്നും നിരപരാധിയായ എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നും ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. താങ്ക് യു, യുവർ ഓണർ. പ്രതിയുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ സംശയങ്ങളായി നിലനിൽക്കുന്നു. ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കണം. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വമാണ്. ആ ചുമതല അവർ നിർവഹിക്കട്ടെ. സംശയത്തിന്റെ പേരിൽ ഒരാളെ ജയിലിലടയ്ക്കാൻ നിർവാഹമില്ല. അതിന് നിയമവുമില്ല. കേസന്വേഷണം തുടരട്ടെ. കേസന്വേഷണം തീരുന്നതുവരെ ജയരാമൻ ഈ ജില്ല വിട്ട് പോകാൻ പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥരോട് സഹകരിക്കണം. ഇത്തരം ഉപാധികളോടെ ജയരാമന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അച്ഛാ, മോളെ, മോനെ, അമ്മേ, അച്ഛാ, ഈ കേസ് അന്വേഷിച്ച് അച്ഛന് ജാമ്യം വാങ്ങി തന്നത് എന്റെ അമ്മയാ. നന്ദിനി കേസ് അന്വേഷിച്ചു. അസിസ്റ്റ് ചെയ്തത് ആരാണെന്നും കൂടി പറയേ. അത് ഞാനാ. ദേ ജയറാം, മിഠായി കിട്ടാത്ത കുട്ടിയെ പോലെ ദേ ഒരാള് പിണങ്ങി നിൽക്കുന്നു. ആര്? ACP കാർത്തിക്. ഡാ മോനെ, മസിൽ പിടിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വാടാ. സോറി വല്യമ്മാവ. പോട്ടടാ. എന്തടി? അവിടെ കിടന്നു. സോറി മീനാക്ഷി, ഐ എം എക്സ്ട്രീംലി സോറി. എനിക്ക് പറ്റിപ്പോയ തെറ്റിന് നീ എനിക്ക് മാപ്പ് തരണം. അത് കാർത്തികേട്ടാ. ക്ഷമിച്ചു എന്ന് നീ പറയണം, അല്ലാതെ നിന്നെ ഞാൻ വിടില്ല. പറയൂ ക്ഷമിച്ചെന്ന്. എന്താ കാർത്തിയേട്ട ഇത്? കാർത്തിയേട്ടന്റെ ജോലി വളരെ സത്യസന്ധമായിട്ട് ചെയ്തു. അതൊരു തെറ്റാണോ? പേഴ്സണൽ റിലേഷൻഷിപ്പിലൊന്നും വഴങ്ങാതെ നട്ടില്ല നിവർത്തി നിന്ന് നീതി നടപ്പാക്കണം. അതാണ് ഒരു പോലീസുകാരൻ. അതായിരിക്കണം നിയമപാലകൻ. അത് കൃത്യമായിട്ട് കാർത്തിയേട്ടൻ ചെയ്തു. അതിലെനിക്കും അഭിമാനമല്ലേ? എന്തായാലും എനിക്ക് കുറെ കൂടി ഒന്ന് അന്വേഷിക്കാമായിരുന്നു.
എന്റെ അച്ഛനെ ആർക്കും സംശയിക്കാവുന്ന നിലയിലല്ലേ ആ കേസിന്റെ എവിഡൻസുകളൊക്കെ ഗുണ്ടകൾ ഒരുക്കി വെച്ചത്. പോലീസുകാരെക്കാൾ വലിയ ബുദ്ധിയാ ശത്രുക്കൾ പ്രയോഗിച്ചത്. എന്തായാലും CBIയെക്കാളും വലിയ ഇൻവെസ്റ്റിഗേഷനാ ദേവമ്മയും മീനാക്ഷിയും കൂടി നടത്തിയത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നീ ദേഷ്യ ഉള്ളിൽ വെച്ച് എന്നോട് പെരുമാറുമോ? നോ, നെവർ. എനിക്ക് എന്റെ അച്ഛൻ കുറ്റക്കാരനല്ലാന്ന് തെളിയിച്ചാൽ മതിയായിരുന്നു. അതിൽ ഞാൻ വിജയിച്ചു. എന്തായാലും ജാമ്യം കിട്ടിയില്ലേ. എനിക്ക് എന്റെ കാർത്തേട്ടനോട് ഒരു ദേഷ്യവുമില്ല. പക്ഷേ എനിക്ക് കാർത്തേട്ടനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ പാവമായ ചേച്ചി കൊന്നുകൊണ്ട് എന്റെ അച്ഛനെ കുരുക്കിയവരാ ഈ കേസിലെ യഥാർത്ഥ പ്രതികള്. അവരെ എത്രയും വേഗം കണ്ടെത്തി കാർത്തേട്ടൻ അവരെ അറസ്റ്റ് ചെയ്യണം. തീർച്ചയായും മായമ്മ കൊലക്കേസിലെ യഥാർത്ഥ പ്രതികളെ ഞാൻ ഉടനെ തന്നെ കണ്ടെത്തും. ഒട്ടും താമസിക്കില്ല. പ്രതികൾ കൺമുൻപിൽ കിടന്ന് വിലസുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുകയേ വേണ്ടു. നാളെയല്ലേ ആ മൈഥിലിയുമായുള്ള ഡിവോഴ്സ് കേസിന്റെ അവധി? അതെ, നാളെ തന്നെ ഒരു വലിയ കേസിന്റെ ഭാരം എന്റെ തലയിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുക കാർത്തേട്ട. ഇനി വരുന്നത് നമ്മുടെ നല്ല ദിവസങ്ങളാണ്. മൈഥിലെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല കാർത്തി. അല്ല, തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്ത് മാറ്റം? നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുത്തതല്ലേ. മാത്രമല്ല എന്നായാലും പിരിയേണ്ടവരല്ലേ. അതെ, എന്നുവെച്ച് എനിക്ക് മൈഥിലിയോട് പരാതിയോ പരിഭവമോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ട് തുടരാം. ഓഫ് കോഴ്സ്. പിന്നെ കുഞ്ഞിനെ പിരിയുന്നത് ഒരു വിഷമം. അതൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഞ്ഞിനെ കാണാനുള്ള പെർമിഷൻ ഞാൻ അനുവദിക്കാം. അന്ന് വൈശാഖിന്റെ കൂടെ പോവാൻ നേരത്ത് കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമ്പോ ഇതുപോലെ വിഷമമൊന്നും തോന്നിയില്ലല്ലോ? തോന്നിയിരുന്നു. എന്നാലും അന്ന് കുഞ്ഞുമായിട്ട് ഇത്രയും അടുത്തിട്ടില്ലായിരുന്നല്ലോ. അതൊന്നും സാരമില്ല. ഇനിയിപ്പോ കുഞ്ഞ് ചെമ്പകമംഗലത്ത് വളരുന്നതാ നല്ലത്. അവളുടെ ഭാവി അവിടെയാ സുരക്ഷിതം. മൈഥിലിയുടെ ഈ വലിയ മനസ്സിന് നന്ദി. ദേ സാറ് വിളിക്കുന്നു. ഒരു മിനിറ്റ് ചെല്ലേ. വരൂ. ഹലോ സർ. വരൂ, ഇരിക്കെ. എന്തായി? ഇത്രയും നാൾ കൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തോ? എടുത്തു സർ. പോസിറ്റീവോ നെഗറ്റീവോ? ഞങ്ങൾക്ക് പോസിറ്റീവാ. നിങ്ങളൊന്ന് പുറത്തിരിക്കെ, ഞാൻ മൈഥിലിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ സർ. പറയൂ. ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. തുറന്നു പറഞ്ഞോളൂ. ആലോചിച്ച് ഒരു തീരുമാനം എടുത്തോ? എന്റെ തീരുമാനം അവർ അംഗീകരിക്കില്ല സർ. വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? നിങ്ങളുടെ ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെന്നോ? കാര്യങ്ങള് ഞാൻ തുറന്നു പറയാം. തുറന്നു പറയണം. ഇവിടെ കള്ളത്തനം പറഞ്ഞാലേ ആ നിങ്ങൾക്ക് തന്നെയാ കുഴപ്പം. പറയൂ, കേക്കട്ടെ. എനിക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുത്തത്. പക്ഷേ എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. കുറച്ച് ദിവസത്തിനകം ഞാൻ തിരിച്ചു വരികയും കാർത്തിയോടും കുട്ടിയോടും ഒപ്പം ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്തു. കാർത്തിയോട് ഞാൻ ക്ഷമ ചോദിച്ചു. കാർത്തിക്ക് എന്നോട് ക്ഷമിക്കാനുള്ള വലിയ മനസ്സുണ്ട്. കാർത്തി എന്നോട് ക്ഷമിക്കുകയും ചെയ്തു. പിന്നെന്താ കുഴപ്പം? കാർത്തിയുടെ വീട്ടുകാര് അവര് ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിന് സമ്മതിക്കുന്നില്ല. അവരെന്നെ ഡിവോഴ്സ് ചെയ്യാൻ കാർത്തിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ കാർത്തിയും വിവാഹമോചനത്തിന് സമ്മതിച്ചത്. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്കല്ല വിവാഹമോചനം വേണ്ടത്, വീട്ടുകാർക്കാ. അതെ. ഞാനിപ്പോ ഞങ്ങളുടെ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് മുലയൂട്ടുന്നുണ്ട്.
എനിക്കും കാർത്തിക്കും ഒരുമിച്ച് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് കാർത്തിയെയും എന്റെ കുഞ്ഞിനെയും പിരിഞ്ഞു പോവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്റെ കുഞ്ഞും കാർത്തിയും ഇല്ലെങ്കിൽ സൂയിസൈഡ് അല്ലാതെ മറ്റൊരു മാർഗവും എനിക്കില്ല. സാറ് എങ്ങനെയെങ്കിലും കാർത്തിയെ കൺവിൻസ് ചെയ്യായിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെന്താ, കോടതി ആരെയും വേർപിരിക്കാനല്ല ശ്രമിക്കുന്നത്, പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാന്. പ്രത്യേകിച്ച് കുട്ടി കൂടിയായ സ്ഥിതിക്ക് ഞാൻ അയാളോട് സംസാരിച്ച് ഒരു നല്ല ഡിസിഷനിലെത്താൻ ശ്രമിക്കാം.